ബിബോർജോയ് ചുഴലിക്കാറ്റിന്റെ വാർത്ത തന്നെയാണ് തുടങ്ങുന്നത്. ഗുജറാത്ത് തീരമേഖലയിൽ കനത്ത നാശം വിതച്ച ബിബോർജോയ് ചുഴലിക്കാറ്റ് 22 പേർക്കാണ് പരിക്കേറ്റത്. മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും വ്യാപകമായി കടപുഴകി. 900-ലധികം ഗ്രാമങ്ങളിൽ വൈദ്യുതി നിലച്ചു. ചുഴലിക്കാറ്റിന്റെ വേഗത എന്തായാലും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമാകും എന്നുള്ള സൂചനകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഈ ചുഴലിക്കാറ്റിന്റെ കൂടുതൽ വിവരങ്ങളുമായി അശ്വിനിയാണ് ചേരുന്നത്. അശ്വിനി, എങ്ങനെയാണ് ഈ ചുഴലിക്കാറ്റിൽ നിന്ന് മരണമുണ്ടായില്ല എന്നത് വളരെ വലിയ ആശ്വാസം തന്നെയാണ്. ഇനി ദിശ മാറുകയും അതിൻ്റെ ദുർബലാവസ്ഥയിലേക്ക് ചുഴലിക്കാറ്റ് മാറുകയും ഒക്കെ ചെയ്യുമല്ലോ. എന്താണ് ഇനി തുടർ ദിവസങ്ങളിൽ സംഭവിക്കുക? അതിതീവ്ര ചുഴലിക്കാറ്റായി തുടങ്ങിയ ബിബോർജോയ് ഇപ്പോൾ തീവ്ര ചുഴലിക്കാറ്റായി മാറിയിട്ടാണ് തീരം തൊട്ടത്. അതിനുശേഷം ഇപ്പോൾ തീരം തൊട്ടതിന് ശേഷം ഇതിൻ്റെ ബിബോർജോയുടെ തീവ്രത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സൗരാഷ്ട്ര കച്ച് മേഖലയിലാണ് ഇപ്പോൾ ബിബോർജോയ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4 നിന്ന് 30 കിലോമീറ്റർ അകലെയായിട്ട്. ഇത് 11 മണിയോടുകൂടി ചുഴലിക്കാറ്റായി മാറുകയും ശക്തി കുറഞ്ഞ് ചുഴലിക്കാറ്റായി മാറുകയും അതിനുശേഷം ഒരു ന്യൂനമർദ്ദമായി മാറി രാജസ്ഥാനിലേക്ക് പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് രാജസ്ഥാന്റെ തെക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ ശക്തമായ മഴ മഴ കൂടുതലും അനുഭവപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിൻ്റെ ശക്തി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കാറ്റിൻ്റെ വേഗതയും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 108 കിലോമീറ്റർ വേഗതയിലാണ് ബിബോർജോയ് വീശിയടിക്കുന്നത്. ഇതിനെ തുടർന്ന് ഏകദേശം 11:30 തന്നെ ഈ ബിബോർജോയുടെ തീവ്രത കുറഞ്ഞ ഒരു ചുഴലിക്കാറ്റായി മാറുകയും വൈകിട്ടോടുകൂടി ഇതിൻ്റെ തീരശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറിയിട്ടാണ് രാജസ്ഥാനിലേക്ക് പ്രവേശിക്കുക. കറാച്ചി അടക്കമുള്ള പാകിസ്ഥാന്റെ മേഖലകളിലെല്ലാം വ്യാപക നാശനഷ്ടമാണ് ഇപ്പോൾ ബിബോർജോയെ തുടർന്ന് ഉണ്ടാകുന്നത്. ശരി, അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. കേരളത്തിൽ കാലവർഷം ഇപ്പോഴും ദുർബലമാണ് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് മഴ ലഭിച്ചത്. ഇനിയും മഴ ശക്തി പ്രാപിച്ചിട്ടില്ല. മാസങ്ങൾ അവശേഷിക്കെ പ്രചരണ പ്രവർത്തനങ്ങളുമായി BJP രംഗത്തെത്തി കഴിഞ്ഞു. നരേന്ദ്രമോദിക്ക് ഒരവസരം കൂടി എന്ന തരത്തിലാണ് ചുവരെഴുത്തുകൾ ആരംഭിച്ചത്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുമെന്നാണ് സൂചന. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കും. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരെ തിരുവനന്തപുരം മണ്ഡലത്തിലേക്കും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന BJP ഘടകത്തിൽ പിടിമുറുക്കാനാണ് RSSന്റെ തീരുമാനം. കൊച്ചിയിൽ ചേർന്ന RSS വാർഷിക സമ്മേളനം ഇന്ന് അവസാനിക്കും. മാധ്യമങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനത്തിനെതിരെ വിമർശനങ്ങൾ വ്യാപകമാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ തുടർച്ചയായ കേസുകളും പോലീസ് അന്വേഷണവും നടത്തുന്നത് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനകളും വിവാദമായിരുന്നു. ഈ സാഹചര്യങ്ങൾ CPM ചർച്ച ചെയ്യും. മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ 2ാം പ്രതിയായ KPCC അധ്യക്ഷൻ K. സുധാകരൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KPCC അധ്യക്ഷനു വേണ്ടി മാത്യു കുഴൽനാടൻ MLA ആണ് കോടതിയിൽ ഹാജരാകുന്നത്. ഈ മാസം 14 ചോദ്യം ചെയ്യലിന് കളമശ്ശേരി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘം സുധാകരന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. അന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് സുധാകരൻ അറിയിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 23-നെത്താൻ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് സാധ്യത തടയാൻ കോടതിയെ സമീപിക്കാനുള്ള സുധാകരന്റെ തീരുമാനം. വഞ്ചനാ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ക്രൈംബ്രാഞ്ച് സുധാകരനെതിരെ ചുമത്തിയിട്ടുള്ളത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നൽകിയ ഗൂഢാലോചന കേസിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും സംഘടനാ പ്രവർത്തനത്തിന്റെ തിരക്കുകളുണ്ടെന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട KSU നേതാക്കൾ കത്തയച്ചു. കേസിലെ 3ാം പ്രതിയാണ് അലോഷ്യസ് സേവ്യർ. KSU പ്രവർത്തകനായ ഫാസിലാണ് 4ാം പ്രതി. ആർഷോയുടെ തെറ്റായ മാർക്ക് ലിസ്റ്റ് പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള FIRൽ ആരോപിക്കുന്ന കുറ്റം. മറ്റൊന്ന്, കഴിഞ്ഞ 2 ദിവസമായി ഏറെ ചർച്ച ചെയ്തതാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നവരുടെ സൂക്ഷ്മ പരിശോധന നാളെയാണ് നടക്കുന്നത്. വനിതകൾ ഉൾപ്പെടെ 13 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മത്സരചിത്രം വ്യക്തമായതോടെ AI ഗ്രൂപ്പുകൾ അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ A ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഉയർത്തുന്ന പ്രതിഷേധം മുതലെടുക്കാനുള്ള തന്ത്രമാണ് I ഗ്രൂപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതേസമയം അബിൻ വർക്കിക്കെതിരെ OJ ജനീഷിനെ കളത്തിലിറക്കാനായത് I ഗ്രൂപ്പിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന വിലയിരുത്തലിലാണ് രാഹുൽ അനുകൂലികൾ. ED അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ വകുപ്പിനെ ചൊല്ലി സർക്കാരും ഗവൺമെന്റും തമ്മിൽ തർക്കം. സെന്തിൽ ബാലാജിയുടെ വകുപ്പുകളായ വൈദ്യുതി, എക്സൈസ് വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് കൈമാറണമെന്ന ശുപാർശ തമിഴ്നാട് ഗവർണർ N. രവി തള്ളി.
വൈദ്യുതി വകുപ്പിന്റെ ചുമതല തങ്കം തെന്നരശിനും എക്സൈസ് വകുപ്പിന്റെ ചുമതല ഇ മുത്തുസ്വാമിക്ക് നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ശുപാർശ. സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാണ് ഗവർണറുടെ നിലപാട്. അതേസമയം സെന്തിൽ ബാലാജിയെ കാവേരി ആശുപത്രിയിലേക്ക് മാറ്റി മന്ത്രി സ്വന്തം നിലയിൽ ചെലവുകൾ വഹിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നു. മണിപ്പൂരിൽ സംഘർഷത്തിനിടെ അക്രമികൾ കേന്ദ്രമന്ത്രിയുടെ വീടിന് തീവച്ചു. കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗിന്റെ വീടിനാണ് തീവച്ചത്. ഇംഫാലിൽ ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത്. അതേസമയം കേന്ദ്രമന്ത്രി വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇംഫാലിൽ കർഫ്യൂ ഉണ്ടായിരുന്നിട്ടും അക്രമികൾ നഗരത്തിൽ സംഘർഷം തുടരുകയായിരുന്നു. എന്നാൽ മറ്റ് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ വ്യവസായ മന്ത്രിയുടെ വീടിന് അക്രമികൾ തീയിട്ടിരുന്നു. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പാർട്ടി തീരുമാനത്തിൽ പ്രതികരിച്ച PV ശ്രീനിജൻ MLA തീരുമാനത്തിൽ അസ്വാഭാവികതയില്ല, അധിക ചുമതല ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ശ്രീനിജൻ പറഞ്ഞു. ഞാനിത് MLA ആയതിനു ശേഷം ആദ്യം പാർട്ടിക്ക് കൊടുത്തൊരു കത്തുണ്ടായിരുന്നു. പാർട്ടിയിൽ ഞാൻ ജില്ലാ നേതൃത്വത്തിൻ്റെ അടുത്ത് തന്നെ ഇതൊന്ന് ഒഴിവാക്കി തരണമെന്നൊരു ആവശ്യപ്പെട്ടിരുന്നു. കാരണം 2 അധിക ചുമതലകളാണ്. ഒന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, MLA എന്നുള്ള രീതിയിൽ ഈ 3 ചുമതലകളുമാണ് പാർട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് തന്നിരുന്നത്. പിന്നെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. MLA എന്നുള്ള രീതിയിൽ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അധിക ചുമതല ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണമെന്ന് നേരത്തെ ഞാൻ പാർട്ടിയോട് അഭ്യർത്ഥിച്ചിരുന്നതാണ്. അപ്പോൾ ആ തീരുമാനം ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു എന്നാണ് ചാനലിലൂടെ ഞാൻ അറിയുന്നത്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനം ഞാൻ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അതിലൊരു പ്രത്യേകിച്ചൊരു അസ്വാഭാവികത ഒന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു അഭ്യർത്ഥന ഉള്ളത്, അന്ന് കൊടുത്ത വാർത്തകൾ വാസ്തവവിരുദ്ധമായിരുന്നു. MLA എന്നുള്ള രീതിയിൽ MLA അടച്ചു പൂട്ടിയിട്ടെന്നാണ് നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചത്. MLAക്ക് സെക്യൂരിറ്റി പണിയല്ല. MLA ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആ ഗേറ്റ് അടഞ്ഞു കിടക്കുക തന്നെയായിരുന്നു. ഒരു അറിയിപ്പ് കിട്ടാത്തതുകൊണ്ടാണ് തുറന്നു കൊടുക്കാതിരുന്നത്. അതിനെക്കുറിച്ച് ആർക്കും ചർച്ചയില്ല. അത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ന്യൂസ് എനിക്കെതിരെ, പ്രത്യേകിച്ച് CPM-ൻ്റെ MLA എന്നുള്ള രീതിയിൽ എനിക്കെതിരെ കൊടുക്കുന്നതിൽ മാധ്യമങ്ങൾ ഇത്തിരി ഒരു വ്യഗ്രത കാണിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അല്ല, പാർട്ടീനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഞാൻ നേരത്തെ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പാർട്ടി നമ്മളൊരു കാര്യം അങ്ങോട്ട് അഭ്യർത്ഥിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കും. അതിലപ്പുറം ഇതിൽ വേറെ ഒരു അസ്വാഭാവികത ഒന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്ന കൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലം ഞാൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ മാറ്റിയിരിപ്പ് തുക എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 13 ലക്ഷം രൂപ നീക്കിയിരിപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒഴിയാൻ പോകുന്നത്. പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ എൻ്റെ രാജിക്കത്ത്, കാരണം ഇത് എലക്റ്റഡ് ബോഡി ആയതുകൊണ്ട് ഞാൻ രാജിവെക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അത് ഔദ്യോഗികമായിട്ട് പാർട്ടി എന്നെ അറിയിക്കുമ്പോൾ ഞാനത് രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, സന്നദ്ധനാണ്. അപ്പോൾ നിങ്ങൾ തന്ന പിന്തുണയ്ക്ക്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പല ആളുകളും പറയുന്നത് ഞാനൊരു പാർട്ടി അംഗമായതുകൊണ്ട് ജില്ലാ പ്രസിഡൻ്റ് ആയതെന്നൊക്കെയാണ്. ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഞാനൊരു കായിക താരവും ഫുട്ബോൾ താരവും കായിക മേഖലയിൽ നിരവധി വർഷങ്ങളുടെ സംഘാടക മികവുള്ള ഒരാളായതുകൊണ്ടാണ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻ്റായതും അതിനുശേഷം പാർട്ടി എന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റുമാക്കിയത്. അപ്പോൾ അത് എന്നാൽ കഴിയുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ചില നീക്കങ്ങളിൽ പൊതുജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയും അത് ശരിയായിരുന്നില്ല എന്നുകൂടി അവസരത്തിൽ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് തുടരും. ഇതെല്ലാം എലക്റ്റഡ് ബോഡിയല്ലേ. അപ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഞാനിതിന് 2018 അതിനുശേഷം 2019 സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണത്. അത് നോമിനേറ്റഡ് അല്ല. ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ് നോമിനേറ്റഡ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് ബോഡിയാണ്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമാണ്. അപ്പോൾ MLA ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് തന്നെ ഒരു നിർത്തും. കാരണം പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്.
അപ്പോൾ പാർട്ടിക്ക് തന്നെ ഞാനൊരു അഭ്യർത്ഥിച്ചു, ഇത് തന്നെ ഈ ചുമതലയിൽ നിന്ന് എന്നെ രാജിവെക്കാനുള്ള എന്നെ അനുവാദം തരണമെന്ന് പറഞ്ഞു. പാർട്ടി ഇന്നലെ കൂടിയ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് നിങ്ങളിൽ നിന്ന് അറിയുന്നത്. പാർട്ടി ഔപചാരികമായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല. ഉചിതമായ തീരുമാനം അറിയിക്കുന്ന മുറയ്ക്ക് രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. കൂടുതൽ വിവരങ്ങളുമായി നവമിയാണ് ചേരുന്നത്. നവമി, ഇത് പാർട്ടി ഏതെങ്കിലും നടപടിയുടെ ഭാഗമായിട്ടൊന്നുമല്ല, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, താൻ അഭ്യർത്ഥിച്ചതുകൊണ്ട് തന്നെ ഒഴിവാകാൻ അനുവദിക്കുന്നു, ആ മട്ടിലല്ലേ പ്രതികരണം? തീർച്ചയായും പാർട്ടിയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും പാർട്ടിക്ക് കളങ്കം വരുത്തുകയും ചെയ്ത നേതാക്കൾക്കെതിരെ കടുത്ത നടപടിയാണ് CPM നേതൃത്വം ഇന്നലെ കൈക്കൊണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PV ശ്രീനിധൻ MLA എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. പാർട്ടി ഇതിൽ വിശദീകരിക്കുന്നത് ഒരേ സമയം 2 സ്ഥാനങ്ങൾ വഹിക്കേണ്ടതില്ല എന്ന നിലപാടാണ്. പക്ഷേ ഈ ഒരു സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് പരിശീലനത്തിനായി എത്തിയ കുട്ടികളെ കൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊരു മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു വാർത്തയാണ്. അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, തന്റെ ഭാഗം ഇത് കൃത്യമായി കേട്ടിരുന്നില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് PV ശ്രീനിധൻ MLA ഇന്ന് നമ്മളോട് നടത്തിയത്. ഒപ്പം തന്നെ പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം എത്തിയതിൽ അസ്വാഭാവികതയില്ല, അധിക ചുമതല ഒഴിവാക്കി തരണമെന്ന് താൻ നേരത്തെ പാർട്ടിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിക്കൊരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി പാർട്ടി സ്വീകരിച്ചത്. അത് ഈ പറയുന്നത് പോലെ വിവാദങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് PV ശ്രീനിധൻ MLA പറഞ്ഞത്. ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്നും ഔദ്യോഗികമായി ഇത്തരത്തിൽ തനിക്ക് വാർത്തകളൊന്നും അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ ഇതിൽ നിന്ന് സ്ഥാനം ഒഴിയും എന്നും കൂടി PV ശ്രീനിധൻ MLA കൂട്ടിച്ചേർത്തു. കേരളത്തിലെ മിൽമ പാലിന് വെല്ലുവിളിയായി കർണാടകയിൽ നിന്നും നന്ദിനി എത്തുകയാണ്. നന്ദിനി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള തീരുമാനത്തിലാണ്. കേരളത്തിൻ്റെ ക്ഷീര സഹകരണ മേഖലയ്ക്ക് ഒരു കനത്ത വെല്ലുവിളിയായി തന്നെയാണ് ഇത് വരുന്നത്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. तस्वीरें आप देख लीजिए क्योंकि यहाँ पर हवाओं की रफ्तार काफी ज्यादा है और अपने आप को संभालना बेहद मुश्किल हो रहा है, बेहद चुनौती ज्यादा है। विकास, आप तस्वीरें दिखाइए। മിഥുൻ MG ചേരുന്നുണ്ട്. മിഥുൻ, കരതൊട്ടിരിക്കുന്നു ബിബോർജോയ്, അതീവ ജാഗ്രതയിലാണ് തീരപ്രദേശം. എവിടെയൊക്കെയാണ് ശക്തമായ കാറ്റടിക്കുന്നത്? ഇതുവരെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? വിവരങ്ങൾ. ധന്യ, അറബിക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് ബിബോർജോയ് ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് കരതൊട്ടിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി വരെ കാറ്റ് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഗുജറാത്ത് തീരത്ത് ഇപ്പോൾ കനത്ത മഴയും കടൽക്ഷോഭവുമാണ് അനുഭവപ്പെടുന്നത്. ഈ കനത്ത മഴയ്ക്കൊപ്പം തന്നെ വലിയ രീതിയിൽ കാറ്റും വീശുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ള സാധ്യതയാണ് കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 125 കിലോമീറ്റർ വേഗതയിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ സൗരാഷ്ട്ര കച്ച് തീരത്തിലേക്ക് ഈ ചുഴലിക്കാറ്റ് പ്രവേശിക്കുന്നത്. പ്രക്രിയ പൂർത്തിയാക്കാൻ ഇനി 4 മണിക്കൂർ കൂടി സമയമെടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും ഒപ്പം തന്നെ വിദഗ്ധരുമൊക്കെ അറിയിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 150 കിലോമീറ്റർ വേഗത ഉണ്ടാകുമെന്നാണ് അറിയിപ്പുള്ളത്. പക്ഷേ നിലവിൽ 125 കിലോമീറ്റർ വേഗതയിലായിരുന്നു ഈ സൗരാഷ്ട്ര കച്ച് തീരത്തിലേക്ക് ഈ ചുഴലിക്കാറ്റ് പ്രവേശിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ തിരമാല 6 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കടൽക്ഷോഭം അതിരൂക്ഷമാണ് ഈ മേഖലകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കച്ച്, പോർബന്ദർ, ഈ ദ്വാരക തുടങ്ങിയ മേഖലകളാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വിന്യാസം അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ നടത്തിയിരുന്നു. 600ഓളം വരുന്ന പ്രത്യേക സംഘത്തെ തയ്യാറാക്കിയാണ് ഈ ഒരു ചുഴലിക്കാറ്റിനെ നേരിടാൻ വേണ്ടി സജ്ജമായിരിക്കുന്നത്. ഒപ്പം തന്നെ 7 വിമാനങ്ങളും 6 ഹെലികോപ്റ്ററും അടക്കം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഈ ഗുജറാത്ത് തീരത്തെ ഈ ജില്ലകളിൽ താമസിക്കുന്ന, അതായത് 8ഓളം വരുന്ന ജില്ലകളിൽ താമസിക്കുന്ന 1 ലക്ഷത്തോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ഈ കച്ച് ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം 45,000-ഓളം ആളുകളെ മാറ്റിയിരുന്നു. വൈകിട്ടോടു കൂടിയാണ് ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്ത് ഈ ഗുജറാത്തിന്റെ
തീരമേഖലയായിട്ടുള്ള 8 ജില്ലകളിലെ 120 ഗ്രാമങ്ങളിൽ നിന്നുള്ള ഈ പ്രദേശങ്ങളിൽ കൂടുതലും നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ 3 സൈനിക വിഭാഗങ്ങളും സർവ്വസജ്ജരായി ഈ മേഖലകളിലൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണവും മരുന്നുമായി മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ഭരണകൂടം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുജറാത്തിന്റെ തീരമേഖലയിൽ വ്യോമ റെയിൽ റോഡ് ഗതാഗതം അടക്കം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം നിർത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. രാവിലെയോടുകൂടി ഈ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എന്തായാലും ചുഴലിക്കാറ്റ് ഇപ്പോൾ തീരം തൊഴും മുമ്പേ തന്നെ വലിയ രീതിയിലുള്ള കാറ്റും കോളും ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായിരുന്നു അത്രയും ഭീകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന്. എന്തായാലും വലിയ ആശങ്കാജനകമായ സ്ഥിതിവിശേഷമാണ് നിലവിൽ നിലനിൽക്കുന്നത്. പ്രധാനമായും ഈ ജീവഹാനി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനായി 1 ലക്ഷത്തിലധികം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1 ലക്ഷത്തിലോളം അധികം ആളുകളെ ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീരദേശമായതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ നിരയുണ്ട്. കൂടാതെ തന്നെ ഇവിടെ പല ഈ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചേരിയടക്കം ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നുമൊക്കെ നിരവധി ആളുകളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു ദൗത്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. सबीना, देखिए बहुत मुश्किल है, बहुत ज्यादा मुश्किल है। आप लोग बता रहे थे कि महातबाही हो सकती है, मैं कहूँगी तबाही होनी शुरू हो चुकी है। ये तस्वीरें आप देख लीजिए, क्योंकि यहाँ पर हवाओं की रफ्तार काफी ज्यादा है और अपने आप को संभालना बेहद मुश्किल हो रहा है, बेहद चुनौती ज्यादा है। विकास, आप तस्वीरें दिखाइए। മിഥുൻ എം ജി ചേരുന്നുണ്ട്. മിഥുൻ, കര തൊട്ടിരിക്കുന്നു ബിബോർ. ബി ജെ പിയിലേക്ക് ഇടക്കാലത്ത് വന്ന പല കലാകാരന്മാരും ഇപ്പോൾ ബി ജെ പി വിടുന്ന വാർത്തയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ വാർത്ത രാജസേനന് പിന്നാലെ സംവിധായകൻ രാമസിംഹൻ അബൂബക്കർ എന്ന അലി അക്ബർ ബി ജെ പി വിട്ടു എന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്ന രാമസിംഹൻ നേരത്തെ എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എന്താണ് ബി ജെ പിയുടെ ഒരു കാലത്ത് ബി ജെ പിയുടെ മുഖമായിട്ടൊക്കെ നിന്ന് പല വിഷയങ്ങളിലും ശക്തമായി തന്നെ വാദിച്ചിരുന്ന ഒരാളാണ്, ഇപ്പോൾ പൊടുന്നനെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. എന്താണ് രാജിവെക്കാനുള്ള കാരണം? മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ? കിരൺ, അല്പസമയം മുമ്പാണ് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വം ഒഴിവാക്കിക്കൊണ്ടാണ്, അത് അധ്യക്ഷനാണ് അദ്ദേഹം, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പാർട്ടി സംസ്ഥാന അംഗമായിരുന്ന അദ്ദേഹം നേരത്തെ തന്നെ എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞിരുന്നു. പുഴ മുതൽ പുഴ വരെ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹിന്ദുത്വ പക്ഷത്ത് നിന്നുകൊണ്ടുള്ളൊരു വീക്ഷണകോണിൽ നിന്നാണ് അങ്ങനെ ഒരു സിനിമ അദ്ദേഹം ചെയ്തിരുന്നത്. അതിന് വേണ്ടത്ര ബി ജെ പിയിൽ നിന്ന് സഹകരണം ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ചുകൊണ്ട് പാർട്ടി അധ്യക്ഷന് കത്തയച്ചത്. ഇത് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഒരു പ്രതികരണത്തിന് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിന്റെയും ഭാഗമാകാൻ വയ്യ, കാരണം അത്രത്തോളം മടുത്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം രാജസേനൻ ബി ജെ പി വിട്ടിരുന്നു. ഒപ്പം തന്നെ ഭീമൻ രഘു ബി ജെ പി വിട്ട് ഇടതുപക്ഷത്തേക്ക് വരും എന്നുള്ളൊരു അഭ്യൂഹങ്ങളുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംവിധായകനും ബി ജെ പിയുടെ സഹയാത്രികനും ബി ജെ പിക്കൊപ്പം അവരുടെ നിലപാടിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത രാമസിംഹൻ എന്ന അലി അക്ബർ കൂടി ബി ജെ പി വിട്ടിരിക്കുന്നു. കിരൺ, ഇത് ഇനി പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചില സംശയങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു രാജി വെച്ചതാണോ, അതോ മറ്റേതെങ്കിലും പാർട്ടികളുമായി ഏതെങ്കിലും സഹകരണമോ അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? കിരൺ, അദ്ദേഹം വളരെ കൂളായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് ഫോണിൽ. അങ്ങനെ പ്രതികരിക്കാനില്ല, ഞാൻ എന്തായാലും ടി വിക്ക് മുമ്പിൽ വരാനില്ല, എനിക്കിത് മടുത്തിട്ടാണ്, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെയും ഭാഗമാകാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഈ
പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയായിട്ട് പോലും BJPയോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു BJPയുടെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടായില്ല എന്നുള്ളത് അന്ന് തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ RSS നേതൃത്വം ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് പിന്തുണയുമായി വന്നിരുന്നു. ഇതിന്റെ ക്രൗഡ് ഫണ്ടിംഗ് സംവിധാനം പോലും RSSന്റെ ആയിരുന്നു. കാരണം ചിദാനന്ദപുരിയെ പോലുള്ള RSS സൈദ്ധാന്തികരായ ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളാണ് ഇതിന് പിന്തുണയുമായി ഉണ്ടായിരുന്നത് ഈ സിനിമയ്ക്ക്. ഈ ഒരു സാഹചര്യത്തിലാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ള ഒരു പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ. ശരി, അലി അക്ബർ BJPയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് S വിനേഷ് കുമാറാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.